ഹായ്, നമ്മൾ വർക്ക് സ്പേസിൽ എത്തിട്ടോ. ഇപ്പൊ സമയം എത്രേ? 9:30 ആകുമ്പോൾ എത്തിണ്ട്. ഇന്നിപ്പോൾ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ട് വന്നതുകൊണ്ട് 9:30. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ആയി പോട്ടോ. പിന്നെ തെർമോക്കോൾ ഇതാ ഇന്നലത്തെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് തെർമോക്കോൾ എടുക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ ഇതാ ഒരു പീസും ഉണ്ട് വേറെ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വർക്ക് സ്പേസിലേക്ക് കയറേ. കേർട്ടൻസൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്നിടട്ടെ. അപ്പോൾ ഇവിടെ ഇന്നൊന്ന് വൃത്തിയാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കലല്ല, ഒന്ന് ഇതുണ്ട്. ഇവിടെ 3 ടേബിളുണ്ട്. 3 ടേബിളും ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ആ ബോട്ടിലൊക്കെ ഉണ്ടാക്കി ഒന്ന് എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും പ്രിൻ്റ് ഇടാം. പ്രിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഇതൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് പ്രിൻ്റ് ഇട്ട് ഈ പ്രിൻ്റ് ശരിക്കും പ്രിൻ്റ് ഇടുമ്പോൾ നമ്മളിവിടെ വേണമെന്നില്ല കേട്ടോ. ഒരു 30 എണ്ണാണെങ്കിൽ ഒറ്റ സെറ്റിൽ നമുക്ക് പ്രിൻ്റ് ഇടാൻ പറ്റുക. അപ്പോൾ 30 ഷീറ്റ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ബാക്കി പണി എടുക്കുക ശരിക്കും. പക്ഷെ നമ്മളെ പ്രിൻ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അത് ഇപ്പോൾ ഇന്നലെ കുറച്ച് എടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഇല്ലാണ്ടായി. ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതി, എന്തെങ്കിലും ഇങ്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോന്നോ അല്ല ഡോട്ട് വന്നിട്ടുണ്ടോന്നോ ലൈൻസ് വന്നിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിനിടയിൽ ഇങ്ക് തീർന്നുണ്ട്. അപ്പോൾ ആ ഇങ്കൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കട്ടെ. ഇങ്കൊക്കെ പിന്നെ ഇങ്കൊക്കെ കഴിയാനായിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ വാങ്ങിയിട്ടില്ലല്ലോ, പക്ഷെ അത് കുറച്ചുകൂടി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇത് പ്രിൻ്റ് ചെയ്യാൻ ഇവിടെ ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ കസ്റ്റമേഴ്സ് തരുന്ന ഫോട്ടോസ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്യില്ല ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിനെ എൻഹാൻസ് ഒക്കെ ചെയ്യും കേട്ടോ. എന്നിട്ടാണ് ഇതൊക്കെ ചിലത് എന്ന് വെച്ചാൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഭയങ്കര ഡാർക്കായി പോയി. ആ ഒരു സാധനം അങ്ങനെ തന്നെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഡാർക്കായി പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുക്കുക, കുറച്ചൊന്ന് ക്ലാരിറ്റി കൂട്ടിയിട്ട്. എൻ്റെ പരിപാടി ഒന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും കച്ചറയുള്ളൂ. ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഇതേപോലെ തന്നെ ഉണ്ട്. നെയ്യ് ഒന്നും പുറത്തു പോയില്ലേനോ, അന്നപ്പോൾ ഇവിടെ ഒരു സൗണ്ട് ഇട്ട് ഞാൻ നോക്കുമ്പോൾ 2 ബസ്സാണ് അങ്ങോട്ട് പോകാനുള്ള സ്ഥലമില്ലായിട്ട് എന്തോ ആണ് ഭയങ്കര കച്ചറ. ഞാൻ കച്ചറയിട്ടിട്ട് എന്താ സംഭവം വന്ന് നോക്കുമ്പോൾ ബസ്സാർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ആർക്കറിയാം. പോവാൻ സ്പേസ് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം എന്തോ അറിയില്ല, നമുക്കറിയില്ല. നമുക്ക് ആ പ്രിൻ്റ് ഇടട്ടെ. അപ്പോൾ പ്രിൻ്റ് എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് 10 വെച്ചിട്ടാട്ടോ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രിൻ്ററിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇനി 30 ഒന്നായിട്ട് ഇട്ടിട്ട് കംപ്ലൈൻ്റ് ആയി പോകണ്ട വിചാരിച്ചിട്ട് 10 വെച്ചിട്ടാണ് ഇട്ടുന്നത്. ഇനി ഈ 10 കഴിയുമ്പോഴത്തേക്കും ആ ടേബിൾ വൃത്തിയാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. ഇവിടെ കുറച്ച് സെവനപ്പിൻ്റെ സെവനപ്പല്ല വെള്ളം, ഇവിടെ കുറച്ച് സെവനപ്പിൻ്റെയും സ്പ്രൈറ്റിൻ്റെയും ഒക്കെ ബോട്ടിലാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ എടുത്ത് ആദ്യം ഒഴിവാക്കട്ടെ. ഇങ്ങനത്തെ ബോട്ടിൽസ് വെറുതെ ആവശ്യമില്ല നമുക്ക്, കാരണം വലുതുള്ളതുകൊണ്ടേ. അതുകൊണ്ട് ചെറിയതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറേ ടിഷ്യൂ കിട്ടാം. ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ടിഷ്യൂ ഇങ്ങനെ ഇവിടെ ഉണ്ടാവില്ല. പ്ലേറ്റ് കൊടുക്കാൻ എടുക്കുന്ന ടിഷ്യൂ, ആ ടിഷ്യൂ ഇവിടെ തന്നെ വെച്ച് തോന്നി ടിഷ്യൂ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ക്ലിംഗ് റാപ്പാണ്. ഇത് ആ റൂമിൽ, ഇത് പുറത്ത് വയ്ക്കാൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതാണുള്ളത്. അത് നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിലത്തെ സാധനങ്ങൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അപ്പോൾ അകടുത്ത് വേസ്റ്റ് ഇട്ട് ഈ ഒരു ഇതിലാക്കി വെച്ചിട്ടോ. ഇനി എന്നും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ നമ്മൾ പ്രിൻ്റ് ആയിട്ടതൊക്കെ പ്രിൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ വെച്ചാൽ. പ്രിൻ്റിന് ചെറിയ കംപ്ലൈൻറ്റിലുണ്ടോ, വല്ല വരയൊക്കെ വന്നിട്ടുണ്ടോ നോക്കുകയാണ്. ഇതിലൊന്നും വരല്ല എന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ബാക്കി ഉള്ളത് ഇടാം കേട്ടോ. ബാക്കിയുള്ള 10 ഇട്ടിട്ട് നമുക്ക് ഈ ടേബിൾ ക്ലീൻ ചെയ്യാം. അതാണ് അടുത്ത ടാസ്ക്. ഞാൻ അത് പ്രിൻ്റ് ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൽ പ്രിൻ്റ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആപ്പ് ത്രൂ ആട്ടോ പ്രിൻ്റ് ഇടുന്ന. എപ്സൻ്റെ തന്നെ ഒരു ആപ്പ് ഉണ്ടല്ലോ, അതിലാണ് പ്രിൻ്റ് ഇടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ നമ്മളിത് പ്രിൻ്റ് ഇടുന്നതിൽ ഡിസ്പ്ലേ ഓഫായി പോകരുത്. അപ്പം എൻ്റെ പിന്നെ ഓൾവേസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഓഫായി പോകില്ല. ഡിസ്പ്ലേ ഓഫായാലും ഇതും കട്ടായി പോകും, അതാണ് ഒരു പ്രശ്നം. അപ്പം ഒന്ന് ലോഡിങ്ങിലാണ്. ഇത് പ്രിൻ്റ് ആയിട്ടുണ്ട്, ഇതായിക്കോളും. ആ ഒരു ടൈം കൊണ്ട് നമ്മളിതാ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവാണേ.
അപ്പോൾ ഇവിടെ വൃത്തിയായി കഴിഞ്ഞിട്ടോ, പക്ഷേ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞില്ല. ലാസ്റ്റ് സാധനം കൂടി പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. അപ്പോൾ ഇനി അടുത്തത് ഈ 2 ടേബിളാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത റൗണ്ട് പ്രിന്റ് ഇട്ടിട്ട് ആ 2 ടേബിളും കൂടി ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഒക്കെ ക്ലിയർ അല്ലേ? ഇവനാണ് കേട്ടോ നോക്കിയത്. ക്ലിയർ അല്ലേ നോക്കാൻ? അപ്പം ഇനി കുഴപ്പമില്ല. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ പ്രിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് എടുത്ത് വേണം ഇത് 2 കൂടി ക്ലീൻ ചെയ്യാൻ. മറ്റേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലോ. പിന്നെ ചെറിയൊരു എനിക്ക് എഡിറ്റിംഗ് കൂടെ ഉണ്ട്. ഞാനല്ല, കസ്റ്റമേഴ്സ് ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടാവും ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ. അപ്പോൾ ആ പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് അപ്രൂവിന് അയച്ചു കൊടുക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ 2 ടേബിളും കൂടി ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ആ പണിയൊക്കെ നോക്കട്ടെ. സമയം ഇപ്പോൾ 11:30 ആയിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് കോഫി കുടിക്കാമെന്നുണ്ടെങ്കിൽ പാലും ഇല്ല ക്രീമും ഇല്ല. അതുകൊണ്ട് കോഫി കുടിക്കാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും കഴിക്കാനൊരു വിശക്കുന്ന പോലെ. അപ്പം നോക്കി നോക്കാം എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഈ പ്രിൻറ്റിങ്ങും എഡിറ്റിങ്ങും പിന്നെ ഈ ടേബിളും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ജസ്റ്റ് അടിയിലൊന്ന് തുടക്കം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ പ്രിൻറ്റിങ് വന്നത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രിൻറ്റിങ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ ഇല്ലാത്ത വർക്കിംഗ് ആയിട്ടുള്ള സാധനം തന്നെ കേട്ടോ. ഇതെല്ലാം ഓരോ ആവശ്യത്തിനായിട്ട് വാങ്ങണം. അപ്പം ഇതിന് ഒരു ബോക്സ് എന്തെങ്കിലും നോക്കിയിട്ട് അതിലേക്ക് ആക്കി വെക്കണം. കുറേ സാധനങ്ങളുണ്ട്. അപ്പം പ്രശ്നം ഇതൊക്കെ പ്രിന്ററിൻ്റെ വയറൊക്കെ കേട്ടോ. ഈ വൈറ്റൊക്കെ പ്രിന്ററിൻ്റെ. അപ്പം നമുക്കിവിടെ 3 പ്രിന്ററുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു വയറൊക്കെയാണ്. അപ്പോൾ ഒരു ബോക്സ് എങ്ങനെയും ഒപ്പിക്കണം. ഉണ്ടാവണ്ടോ ആ റൂമിൽ ഉണ്ടാവണ്ടോ ആ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കേട്ടോ പ്രിന്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ. പിന്നെ ഇത് ഇട്ടൊക്കെയുള്ള കവറുണ്ട്. നമ്മുടെ സിൽക്ക് ആയിരുന്ന കവർ. ആ കവറില്ല. അതൊന്ന് പോയി വാങ്ങണം. അല്ലെങ്കിൽ പോർട്ടർ ഇടണം. അങ്ങനെ ചെയ്യണം. സമയമുണ്ട്. അപ്പം അത് നോക്കണം. ഇപ്പം സമയം 1 മണിയായി. 1:15 പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശക്കുണ്ട്. അപ്പം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല വിശക്കുണ്ട്. അപ്പോൾ അത് നോക്കാം. നമുക്ക് ഇതിൽ പറഞ്ഞു നോക്കാം. കഴിവില്ലാത്ത ആളെ കഴിവില്ലാന്ന് പറഞ്ഞിട്ട് കഴിവില്ലാത്ത കാര്യത്തില് കഴിവുണ്ട് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. ഒരാൾക്കൊരു കഴിവില്ലെങ്കിൽ ആ കഴിവില്ലാന്ന് പറഞ്ഞിട്ട് ആളോട് പറയുന്നതാണ് യഥാർത്ഥ. അപ്പൊ എനിക്ക് ഇല്ലാത്ത കഴിവ് എനിക്ക് എനിക്ക് എന്താ കഴിവില്ലാത്തണ്ട്? വീഡിയോ എടുക്കാൻ നല്ല കഴിവില്ലേ? എടുക്കാൻ കഴിവില്ല. വീഡിയോയിൽ പറയാനേ കഴിവ്. വീഡിയോ എടുക്കാൻ എന്ത് കഴിവുള്ള വീഡിയോ എടുക്കാനല്ലോ. വീഡിയോ പ്രസന്റേഷൻ വീഡിയോ എടുക്കാൻ ആൾക്ക് നല്ല പ്രസന്റേഷൻ ഉണ്ട്. ക്യാമറ ഓഫ് ആക്കി അവിടെ നല്ല പ്രസന്റ് ക്യാമറ ഇട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. ഫുഡ് പാർസൽ വാങ്ങിക്കൊണ്ടുപോകാൻ വെച്ചാൽ ആ പാർസലിൻ്റെ കവറ് അതൊക്കെ അവിടെ തന്നെ കഴുകി വെച്ചിട്ടാണല്ലോ ചെയ്യുക. അവിടെ എന്ന് വെച്ചാൽ വേറെ ഒന്നും ഡിസ്പോസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ കഴുകി വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഇടുന്ന ആ കവറാണ്, അതും ഫുള്ളായി കിടക്കാം. അതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. ഹാൻഡ് വാഷ് എടുത്തപ്പോൾ മഞ്ഞ കളറിക്ക് അതിൽ കളർ ഉണ്ടോണ്ടേ കളർ ചേർത്ത് വരെ കഴുകിയാ പോകണ്ട സോപ്പല്ലേ. പിന്നെ 10 10 പ്ലസ് 2 പഠിക്കുമ്പോൾ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് ഇപ്പൊ സമയം 5 മണി കേട്ടോ. പിന്നെ അതിനായിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് എന്നിട്ട് ഇനിയിപ്പം ഡിസ്പാച്ച് ചെയ്യാനുള്ളതൊക്കെ പ്രിന്റ് എടുത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആ റൂമിൽ കൊണ്ടുപോയി വെക്കണം. സിൽക്കി വാങ്ങിയിട്ടില്ല കേട്ടോ. സിൽക്കി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തേക്ക് കൂടി ഉള്ളതുണ്ടാവും. അപ്പം നാളെ വാങ്ങാൻ വിചാരിച്ചു. ഇന്ന് വാങ്ങാൻ പറ്റിയില്ല, അതാണ് സംഭവം. അപ്പം ഇന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഉള്ളതിൽ സിൽക്കി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തരാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മളെ ആഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഞാൻ അതൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല പ്രിന്റ് ചെയ്ത് കഴിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചാൽ ഞാൻ ആ റൂം കൊണ്ടൊക്കെ ഞാൻ എന്നിട്ട് വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ പാക്കിങ് തുടങ്ങാം. 5 മണി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ ആ റൂം കൊണ്ടുവച്ചിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങാം. എന്നിട്ട് വേഗം ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ. ഇവൻ ഇവിടെ ഇരുന്നിട്ടാട്ടോ വർക്ക് ചെയ്യുക. അതിൻ്റെ സ്പേസാണ്. ഞാൻ ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ എത്ര നേരം നോക്കിയെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്തെങ്കിലും പെൻഡിങ് ആയി കിടക്കുന്നുണ്ടോ, പിന്നെ കസ്റ്റമർ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത്. ഓൻ ആഡിൻ്റെ കാര്യങ്ങളൊക്കെയാണേ നോക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വെബ്സൈറ്റിൽ വന്ന് ഓർഡർ അതൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും കസ്റ്റമർക്ക് ഒന്ന് ചോദിച്ചിട്ടുണ്ടോയെന്നോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ടോ. എന്നാൽ പിന്നെ നമുക്കിത് പാക്ക് ചെയ്യാനുള്ളത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. ഇതാട്ടോ നമ്മളെ പട്ടിപ്പണി എന്ന് പറയുന്നൊരു പണി. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ നമുക്ക് പ്രിൻറ്റിങ് ആയാലും ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാവുന്ന പണിയുള്ളൂ. നമ്മൾ അധികം ടാസ്കിൽ ചെയ്യാൻ.
പക്ഷെ നമ്മളെ പാക്കിംഗ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഫ്രെയിം ആക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, ഫ്രെയിം ആക്കാനും വലിയ ടാസ്ക് ഒന്നുമില്ല. പക്ഷേ തെർമോക്കോൾ വെച്ച് കട്ട് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യാൻ കേട്ടോ കുറച്ച് ടാസ്ക്. അതാകുമ്പോൾ എന്താ വെച്ചാൽ ആ റൂമിൽ ഇതില്ല, AC ഇല്ലാത്ത ചൂടാണ്. പോരാത്തന്നെ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്യുക അറിയുന്നതും കുറച്ച് പണിയുള്ള കാര്യം കേട്ടോ. ഞാൻ അങ്ങനെ പാക്ക് ചെയ്യില്ല, ഓൻ തന്നെ പാക്ക് ചെയ്യാം. അതായത് തെർമോക്കോൾ വെച്ചിട്ട് ഓൻ തന്നെ കേട്ടോ അധികം പാക്ക് ചെയ്യാറ്. കാരണം അത് പാക്ക് ചെയ്താൽ നല്ല കട്ടി വേണം അതിന്. കട്ടി മീൻസ് നന്നായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്താൽ മാത്രമേ അത് പൊട്ടാതെ അവിടെ എത്തുള്ളൂ. അപ്പം ഞാനും പാക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. ഓനില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെയാണ് പാക്ക് ചെയ്യാറ്. ഞാനെന്ന് വെച്ചാൽ അധികം ഇത് പാക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഓനായിട്ട് സ്ഥിരമായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് ഓൻ അത്യാവശ്യം സ്പീഡിൽ പാക്ക് ചെയ്യും കേട്ടോ. ഞാൻ ഫ്രെയിം ആക്കാറുണ്ട്, പാക്കിങ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫ്രെയിം ആക്കി ഞാൻ 2 പ്രാവശ്യം കയ്യിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു മാസത്തിൻ്റെ ഡിഫറൻസിലാണ് 2 പ്രാവശ്യം സ്റ്റിച്ച് ഇട്ടത്. പക്ഷേ എന്താ ഒന്നിവിടെ അടയാളം അങ്ങനെ കുറച്ച് വലിയ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കയ്യിൽ ഇപ്പോഴും ഈ കൈ റെഡിയല്ല. ഈ കുഴി ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ അത് സ്റ്റിച്ചിട്ടത്. ഫ്രെയിമിൻ്റെ ബാക്കിലൊരു കമ്പിയില്ല, അങ്ങനെ ചെറിയൊരു ആണി പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പിടിച്ച് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഇങ്ങനെ വലിച്ചൊട്ടിച്ചിരുന്നു. അപ്പോൾ ആ ആണി താത്താൻ മറന്നുപോയിട്ട് ഈ കൈ ഇവിടെ തൊട്ട് ഇവിടെ വരെ മുറിഞ്ഞു കിട്ടും. അതിൻ്റെ 1 മാസം മുന്നെയാണ് ഈ കൈ ഇത് ചെറിയൊരു മുറിവേനും ഇത് ഇതേപോലെ തന്നെ വരച്ചതേനും. അപ്പോൾ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ലേനും. പക്ഷെ ഇതൊന്ന് 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല വേനയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഒന്ന് കെയർ ചെയ്തിട്ടൊക്കെയാണ് പാക്ക് ചെയ്യാറ് കേട്ടോ. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പാക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ. നമ്മളൊരു 3 കൊല്ലമായിട്ട് ഇതിൽ തന്നെയാണല്ലോ. പക്ഷെ പാക്ക് ചെയ്യുന്നതാണ് എന്താ പറ്റാറില്ല. അത് ഈ ഒരു 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റിൽ എങ്ങനെയാണ് അത് പറ്റിയത് കേട്ടോ. എന്തോ അന്നെന്തോ സമയം എത്ര നല്ലതാണെന്നെല്ലാം തോന്നുന്നു. അങ്ങനെ ഇത് നമ്മളൊരു കസ്റ്റമർ ഓർഡർ ചെയ്തതാട്ടോ. നല്ല രസമല്ലേ കാണാൻ, എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് നോക്കിയൊരു കളറൊക്കെ നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നതെന്നുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് നമ്മളെ ഇന്നലത്തെ ബാക്കിയുള്ള തെർമോക്കോൾ കൂടെ കയറ്റി വെക്കട്ടെ. ഇവിടെയൊക്കെ ഭയങ്കര ചൂടേ, ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല. ഇത് മതിയാവൂല്ലേ? പിന്നെ ഇത് കഷ്ണം ഇത് A5 ഒക്കെ പാക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റും കേട്ടോ, ഒറ്റൊരു പീസ് മാത്രമായിട്ട്. പക്ഷെ മറ്റേ പീസ് വേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ സൈഡിൽ നമുക്ക് കുത്തി കയറ്റി ഇടാനൊന്നും പറ്റില്ല. ഇത് ആക്ച്വലി പൊട്ടിപ്പോയതാട്ടോ, അതാണ് ഇതിൻ്റെ കഷ്ണം. എന്താ ഇങ്ങനെയുള്ള പീസാണ്, ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2 പീസായിട്ട് പൊട്ടിപ്പോയി. പ്രശ്നമില്ല. ഇതാ ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇതുണ്ടാവും കേട്ടോ, ഇതിങ്ങനെ താത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം തട്ടിയിട്ടാണ് കൈ 2 പ്രാവശ്യം സ്റ്റിച്ചിട്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒട്ടിക്ക് കൈ നോക്കണം. ഇതിങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചതാണ്. അപ്പോൾ വലിച്ചപ്പം ഫസ്റ്റത്തേൽ എന്നോട് മറന്നിട്ടാണ് ഇവിടെ ഇതായത്. അതേപോലെയാണ് 2ാമത്തെ പ്രാവശ്യം അതേപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്യുമ്പം കുടുങ്ങി അങ്ങനെ മുറിഞ്ഞ്. അങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ എന്തോ അന്ന് ഞാൻ കുറേ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 50 എണ്ണമൊക്കെ പാക്ക് ചെയ്തിന്. അതിനെ പാക്ക് ചെയ്ത് പോകുമ്പോൾ സ്പീഡിൽ അങ്ങോട്ട് ആയിപ്പോയതാണ്. അങ്ങനെയാണ് അത് മുറിഞ്ഞത്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. വെള്ളം കുടിക്കാൻ എന്നോട് മറന്നു പോകും. വെള്ളം തീർന്നുണ്ട്, ഇതിൽ കുറച്ച് നിറച്ച് വെക്കണം ലാസ്റ്റ് അടിയിലായി. അപ്പം വെള്ളം കുടിക്കാനാണ് എന്നും മറന്നു എന്താ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആക്കിയല്ലോ. അപ്പോൾ അല്ലാത്ത സമയത്താണെങ്കിൽ വെറുതെ വെള്ളം കുടിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ എനിക്കൊരു 2 ലിറ്ററെങ്കിലും വെള്ളം ഞാൻ കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് തീരെ നടക്കില്ല. ഇനിയിപ്പം മറ്റേ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് ഒരു മോട്ടിവേഷൻ ആവുന്നൊക്കെ കണ്ടാണ് ബോട്ടിലൊക്കെ വാങ്ങാൻ പറ്റില്ല. എനിക്ക് വെറുതെ എന്തിനാ ഇതിൽ തന്നെ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇതൊന്ന് പുറത്തേക്ക് കൊണ്ടുവെക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി ഡിസ്പാച്ച് ചെയ്ത് വരാം കേട്ടോ. കഴിഞ്ഞ കേൾക്കൂല പറയുന്നത് ഞാൻ എടുക്കട്ടോ. എടുത്തോ. ഇന്നലെ വിലക്കൊണ്ട് പണിയെടുപ്പിച്ചോണ്ട് ഇന്ന് ഞാൻ തന്നെ എടുക്കാൻ വെച്ചിട്ട് എടുക്കാതെ അപ്പം നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ആ സമയം 6:45 ഇനിയിപ്പം ചായ കുടിക്കണം, എന്നിട്ട് ഓഫീസിലേക്ക് പോകണം, എന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ഇവിടെ ഒരു തിരക്ക് കേട്ടോ, ഇത്ര ഒരു തിരക്ക് ഉണ്ടാവലുണ്ട്. അപ്പം ആദ്യം ഈ സമയത്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ ബ്ലോക്കായിട്ട് 5-10 മിനിറ്റ് ഇങ്ങനെ നിൽക്കലുണ്ട്. പിന്നെ ഇപ്പം അടുത്താണ് ആ വഴി കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വലിയ പ്രശ്നമല്ല, ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ
തിരിച്ചു വരുമ്പോൾ പിന്നെ ഈ വൈക്ക് തന്നെ വരിക. തിരിച്ചു വരുമ്പോൾ തിരക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഈ വൈക്ക് തന്നെ വരും. മറ്റേ ഡിസ്പാച്ച് ചെയ്ത് പോകുമ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ തിരക്ക്. കാരണം ഒരു ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ നടത്തിയിട്ടുണ്ടോ കാണാനായിട്ട്. എന്തായാലും എനിക്കിപ്പോൾ പടാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണേ. ചായ അടിപൊളിയാണ്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കണം. വലിയ സീൻ. നമ്മൾ എത്ര ദിവസം ഇപ്പോൾ പുറത്തുനിന്നല്ലേ ഫുഡ് കഴിക്കുന്നത്. 2-3 ദിവസം തലവേനായിട്ടോ. ഞാൻ കോഫി ക്രീമും മിൽക്കും ഉണ്ടെങ്കിൽ കോഫി കുടിക്കില്ല. നമ്മളവിടെ ഇപ്പോൾ എത്ര കാലത്തിന് ശേഷം വിഷുവിൻ്റെ ശേഷമല്ലേ ചാടിക്കാൻ പുറത്തോടി. സംഭവം എന്താ വെച്ചില്ല, റോഡിൽ മൊത്തം ആൾക്കാർ നോക്കുകയാണ്. നല്ലൊരു ക്യാമറ ഷേ ഉണ്ട്. നല്ലതാണ്, നല്ല അഭിപ്രായം. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നെങ്കിൽ ഞാൻ ഭയങ്കര സ്ലോ ആകണ്ടോ. അവൻ ചായ കുടിച്ച് ഗ്ലാസ് ഇവിടെ വെച്ചായിരുന്നു. പക്ഷെ ഞാൻ ആ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂർ അവിടെ കാത്തുക്കണ്ടല്ലോ ആ സീന്. ചൂടായതുകൊണ്ടാട്ടോ ഞാൻ മെല്ലെ കുടിക്കുന്നു. മെല്ലെ കുടിച്ച് കഴിഞ്ഞ് ആസ്വദിച്ച് കുടിക്കണം. എല്ലാ സാധനവും അങ്ങനെ തിന്നാം. അതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ തടിക്കാത്ത. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. മെല്ലെ തിന്നാൽ തടിക്കില്ല എന്നുള്ള സംഭവം അതായിരിക്കും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ നല്ല ബാഗ് എടുത്തിട്ട് എല്ലാം എടുത്ത് പോട്ടാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. രാവിലെ ഇവിടെ വന്ന് നമ്മൾ പ്രിന്റ് ചെയ്ത് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് ഇവിടെ കാണാൻ ഒരു ഇതുണ്ട്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് വൃത്തിയാകുക തോന്നുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ.